ഇതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ. ചൂടുകാലമായ പിന്നെ ഈത്തപ്പഴം വരുന്ന വഴി അറിയില്ല. മിക്കവാറും എല്ലാ പ്രവാസികളുടെ വീട്ടിലെ അവസ്ഥ അത് തന്നെയായിരിക്കും. ഇതെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ച് അവസാനം നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുവന്ന് കരുതിയാലും അവസാനം ലഗേജിന്റെ വെയിറ്റ് കാരണം ഇതെല്ലാം ഇവിടെ തന്നെ വെച്ചിട്ട് പോകാറാണ് പതിവ്. ഏതാണ്ട് ഇതിന്റെ അവസ്ഥ അങ്ങനെയൊക്കെ തന്നെയാണ്. ഈ ഹോട്ടലിൽ നിന്നും കല്യാണത്തിനൊക്കെ ബിരിയാണി കഴിക്കുമ്പോൾ ബിരിയാണിയുടെ കൂടെ ഒരു സ്പെഷ്യലായിട്ട് ഈത്തപ്പഴ അച്ചാർ കിട്ടാറുണ്ട്. എന്തായാലും ഈത്തപ്പഴം ഇവിടെ വെറുതെ ഇരിക്കുകയല്ലേ, അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഈത്തപ്പഴത്തിൻ്റെ കുരുക്കളൊക്കെ കളഞ്ഞ് ഇതിനൊന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ്. അപ്പം ഞാൻ ഈത്തപ്പഴത്തിൻ്റെ കുരുക്കളൊക്കെ കളയുന്നുണ്ട് ഈ അനഘ എൻ്റെ കൂടെ കൂടി. അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈത്തപ്പഴം ഓരോന്നായിട്ട് വൃത്തിയാക്കാൻ തുടങ്ങി. ഈ വീഡിയോ കണ്ട പോലെ ഇത് എത്ര എളുപ്പമല്ല കേട്ടോ, കുറച്ചധികം പണിയെടുത്തിട്ടാണ് ഇതെല്ലാം ക്ലീൻ ആക്കി എടുത്തത്. ഇനി എന്താ, നമ്മുടെ നോർമൽ അച്ചാറിന്റെ പ്രാവശ്യം തന്നെ ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് ചൂടായ ശേഷം കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് അതിൽ കടുവിട്ട് പൊട്ടിക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് കരിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കായപ്പൊടി, ഉലുവ പൊടിച്ചത്, കുറച്ച് ശർക്കര പൊടിച്ചതും കൂടെ ചേർക്കുക. അവസാനം പുളിവെള്ളം കൂടെ ഒഴിക്കുക. ഇനി അതിലേക്ക് ഈത്തപ്പഴം ഇട്ട് അങ്ങോട്ട് ഇളക്കി സെറ്റാക്കി എടുക്കുക. അപ്പൊ സംഭവം സിമ്പിൾ അല്ലേ? അപ്പൊ നമ്മുടെ ഈത്തപ്പഴ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.